Hello guys, after a long time. Hi guys, അപ്പോൾ നമ്മൾ ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ വന്നതാണ്. എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഒരു കോലം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഐശ്വര്യ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം നമുക്ക് ബോട്ടോക്സ് ചെയ്തിട്ട് കാണാം ഗായ്സ്. നമ്മൾ ലോറിൽ വന്ന് മേലെ കയറട്ടെ. ഹെയർ ആദ്യം വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചർ ആയിരുന്നു. പിന്നെ എൻ്റെ അശ്രദ്ധ കാരണവും അമ്മേൻ്റെ കൈവിട്ട് പോയപ്പോൾ ഹെയർ ഭയങ്കര ഫ്രിസിയും എന്താ പറയുക, ഭയങ്കര റഫ്, പൊട്ടുക, പിന്നെ താരന് എല്ലാം വന്ന് എൻ്റെ ഹെയർ ഫുള്ള് കൊളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ബർത്ത്ഡേ പാമ്പറിങ് ആയിട്ടും ഞാനിത് കാണുന്നുണ്ട്. സോ എൻ്റെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോഴത്തേക്ക് നമുക്ക് സ്വന്തം സെൽഫ് പാമ്പറിങ് കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. സോ അങ്ങനെ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റിനുള്ള ഓരോരോ പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ വാഷ് ചെയ്യാണ്, അവളവിടെ പോസ്റ്റാണ്. പക്ഷെ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഓരോ വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ടൈം നീക്കി പോവാണ്. അങ്ങനെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞു. എൻ്റെ ഹെയർ ഇനി ഉണക്കി ശരിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഹെയറൊക്കെ അവർ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. എനിക്കിത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് സ്കാൽപ്പൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ട് എൻ്റെ ഡാൻഡ്രഫ് പോണില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അങ്ങനെ ഹെയറൊക്കെ ഡ്രൈ ചെയ്യാൻ തുടങ്ങി. ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കാൻ തുടങ്ങി. അതിനുശേഷം ഹെയർ പാർട്ടീഷൻ ആക്കിയിട്ട് ഇതിൻ്റെ ക്രീം ഹെയറിലിടുകയാണ്. ക്രീം ഇടാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. കുറച്ചധികം ടൈം എടുത്തു. 3 to 4 മണിക്കൂറിനുള്ളിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിയുമെന്ന് പറഞ്ഞിട്ട് അതിലും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ടൈം എടുത്താലും നമുക്ക് വൃത്തിയായിട്ട് കിട്ടുകയാണല്ലോ വേണ്ടത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ സാധനം കിട്ടാൻ കുറച്ച് ആട്ടിൻ സൂപ്പിന് ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യുമെന്ന് പറഞ്ഞ മാതിരി ക്ഷമിച്ച് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഒരു ലോങ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ക്രീമെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഹെയർ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്യാണ്. എന്നിട്ട് ഒരു 45 മിനിറ്റ് ഇങ്ങനെ വെച്ച് എൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. 45 മിനിറ്റ് തള്ളി നീക്കണ്ടേ എന്ന് വിചാരിച്ചു. എൻ്റെ മൈൻഡിൽ അപ്പോഴും അതായിരുന്നു. അത്രയും സമയം ഞാൻ എന്തെടുക്കും, എങ്ങനെ പോസ്റ്റ് ആവും, അങ്ങനെയൊക്കെ ആലോചിച്ചു. ആ ഒരു 45 മിനിറ്റ്സ് ഞാൻ തള്ളി ഐശ്വര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് തള്ളി നീക്കി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. അത്രയും ടൈം ഞാൻ തള്ളി നീക്കി. പിന്നെ അവർ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി സെറ്റിംഗ് ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നോക്കി സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഹീറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല കത്തി മണക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹീറ്റ് ചെയ്താൽ കത്തി മണക്ക് തന്നെയാണല്ലോ ചെയ്യാം. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ഇതായിരുന്നു വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ഫൈനൽ ലുക്ക്. ഇതാണ്. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, കുറേ നേരം ഇരുന്നു. പിന്നെ ബാക്ക് പെയിൻ, ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കഴുകി കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ തന്നെ ഹെയർ ഉണ്ടാവുക, ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ എൻ്റെ ബോഡി പെയിനും കാര്യങ്ങളും കൊണ്ട്. സോ ഇതായിരുന്നു ഫൈനൽ ലുക്ക് എന്ന് പറയാൻ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ ഗൈസ്? നല്ല ഇഷ്ടമായി. എൻ്റെ ബർത്ത്ഡേ പാമ്പറിങ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.